Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. B1 ലെവൽ ഹ്യൂറിൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ ടിപ്സും ട്രിക്സും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫുൾ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരും, ക്വസ്റ്റ്യൻ ടൈപ്സ്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, എന്നിട്ട് ഈസി ട്രിക്സ് ടു സ്കോർ മാർക്സ്, നമുക്ക് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാനുള്ള ട്രിക്സ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ പൊതുവേ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളും മണ്ടത്തരങ്ങളും കറക്റ്റായിട്ട് ചെയ്ത കാര്യങ്ങളും എല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓഡിയോ കേട്ട് തുടങ്ങുമ്പോൾ 3 ടൈപ്പ് ഓഫ് കോൺവെർസേഷൻസ് ആയിരിക്കും മിക്കതും. ഷോർട്ട് അനൗൺസ്മെൻറ്റ്സ്, ചെറിയ അനൗൺസ്മെൻറ്റ്സ്, ഇപ്പോൾ ഒരു ട്രെയിൻ സ്റ്റേഷനിലെ അനൗൺസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ എന്തെങ്കിലും പറയുന്നതായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനൗൺസ്മെൻ്റ് ആയിരിക്കും കേൾക്കുന്നത്. അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ആയിരിക്കാം, 2 അതിൽ കൂടുതലോ ആൾക്കാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എവറിഡേ സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റേഡിയോയിൽ കേൾക്കുന്നതായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ആയിരിക്കും B1 ലെവലിൽ കിട്ടുക കേട്ടോ. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കേൾക്കുന്നത് എല്ലാം നമുക്ക് മനസ്സിലാവേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എവറി വേർഡ്, ജസ്റ്റ് ക്യാച്ച് ദ മെയിൻ ഐഡിയ ആൻഡ് കീ ഡീറ്റെയിൽസ്. ആ കേൾക്കുന്നതിലത്തെ മെയിൻ ഐഡിയയും കീ ആയിട്ടുള്ള ഡീറ്റെയിൽസും, ഇപ്പോൾ സമയം അല്ലെങ്കിൽ ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നെഗേഷൻ ഉണ്ടെങ്കിൽ ഇതല്ല ഇതാണെന്നായിരിക്കും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനത്തെ കീ ഐഡിയാസ് മാത്രം ക്യാച്ച് ചെയ്യുക. അല്ലാതെ ഇത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് B1 ലെവലിൽ അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഐഡിയ. ഇപ്പോൾ നമുക്കിനി ഒരു ഷോർട്ട് അനൗൺസ്മെൻറ്റ് എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പോൾ B1 ലെവലിൽ ഒരു ഷോർട്ട് അനൗൺസ്മെൻറ്റ് ഒരു ട്രെയിൻ സ്റ്റേഷനിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഓഫർ അവർ പെട്ടെന്ന് മൈക്കിൽ വിളിച്ച് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് മെസ്സേജ് ആവാം. ഓക്കെ, മിക്കപ്പോഴും ഇതിന് മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരങ്ങളുണ്ടായിരിക്കും, ABC. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്യാനായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പം ഓഡിയോ കേൾക്കുന്നതിന് മുമ്പ് എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം തരും. ഓരോ സെക്ഷൻ്റെ ഇടയിലും നമുക്ക് സമയം തരും ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട്. ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈം കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഹ്യൂറിനിൽ. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് ചോദിക്കുന്നത് അത് അണ്ടർലൈൻ ചെയ്തിട്ടിട്ട് ഓഡിയോ കേൾക്കുമ്പോൾ അതിനു വേണ്ടി നമ്മുടെ മൈൻഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ ആ ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൈം, പ്ലേസ്, പ്രൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ചെവി തുറന്നു വെക്കുക, എന്നിട്ട് ആ വരുന്ന ഇൻഫർമേഷൻ അപ്പം തന്നെ മാർക്ക് ചെയ്തിടുക. ഇനി ഡെറ്റ്സൂഗ് ഫാറ്റ് ആക്ട് ഉദ്രൈസിഷ്, ട്രെയിൻ 8:30 പുറപ്പെടും. ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതിലെന്താണ് ടൈമല്ലേ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആയിരുന്നിരിക്കാം ഡെറ്റ്സൂഗ് ഫാറ്റ് ആക്ട് ഉദ്രൈസിഷ്. അപ്പോൾ ഇവിടെ റിസ്റ്റ് ഷാണോ ഫാൽ ഷാണോ എന്ന് ചോദിച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് ട്രെയിൻ 8:30 എടുക്കേണ്ട ട്രെയിൻ ആയിരുന്നു, അത് 10:30 എടുത്തതെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഡെറ്റ്സൂഗ് ഫാറ്റ് ആക്ട് ഉദ്രൈസിഷ്, എന്നിട്ട് റിസ്റ്റിക് ഓർഡർ ഫാൾസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് അറിയണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഓഡിയോ കേൾക്കുമ്പോൾ ട്രെയിൻ അക്തുവർദ്രൈസേഷൻ ആയിരിക്കില്ല, അക്സനുവർദ്രൈസേഷൻ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഇനി നമുക്ക് ഇവിടെ വരുന്ന മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫുൾ സെൻറ്റൻസ്. ഇപ്പോൾ ഒരു നേറ്റീവ് ജർമ്മൻ സ്പീക്കർ സംസാരിക്കുമ്പോൾ അതിലത്തെ എല്ലാ വാക്കുകളും ഒന്നും മനസ്സിലായി എന്ന് വരില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുവാണെങ്കിൽ ഞാൻ B2 കഴിഞ്ഞിട്ട് പോലും എനിക്ക് മുഴുവനൊന്നും മനസ്സിലാവാറില്ല. പക്ഷേ എനിക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചു പറയാനും ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഈ എക്സാമിനും എനിക്ക് ഹ്യൂറിനിൽ എപ്പോഴും തോന്നിയിട്ടുള്ളത് ഫുള്ളായിട്ട് മനസ്സിലാക്കി അവർ പറയുന്നതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകാൻ നിന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ വിട്ടുപോകും. അതായത് നമ്മൾക്ക് വേണ്ട സെക്ഷൻ മാറി ഓഡിയോ മുന്നോട്ട് പോകും, നമുക്ക് വേണ്ട ക്വസ്റ്റ്യനിലെ ആൻസർ നമ്മൾ മാർക്ക് ചെയ്യാതെ പോകും. അതുകൊണ്ട് എപ്പോഴും ക്വസ്റ്റ്യനിലെ കീ പോയിന്റ് മാർക്ക് ചെയ്യുക, ജസ്റ്റ് ലിസൺ ഫോർ ദാറ്റ് ഇൻഫോ ആൻഡ് ദെൻ മാർക്ക് യുവർ ആൻസർ. ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫുൾ സെൻറ്റൻസ് ഒരിക്കലും ചെയ്യാൻ നോക്കരുത്. ട്രൈ ആൻഡ് ലിസൺ ഫോർ ദ കീ ഇൻഫർമേഷൻ. ഓക്കെ, ഇനി നമുക്ക്
ടൈൽ 2 എന്താണെന്ന് നോക്കാം. മിക്കപ്പോഴും ടൈൽ 2 കോൺവെർസേഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ കോൺവെർസേഷൻസ് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുമായിരിക്കും. 2 പീപ്പിൾ ടോക്കിംഗ്. ഒരു ഡെയിലി ലൈഫ് സിനാരിയോ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, വർക്ക് ആയിരിക്കാം, ഷോപ്പിങ്ങിൻ്റെ ഇടയിലായിരിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതിൽ ട്രൂ ഓർ ഫാൾസും വരാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെക്ഷൻ്റെ സ്ട്രാറ്റജി എന്താണ്? ഫോക്കസ് ഓൺ. ഇവിടെ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? വാട്ട് ദേ ഡിസൈഡ്. അവർ തമ്മിൽ സംസാരിച്ചിട്ട് എന്തിലാണ് തീരുമാനം വരുന്നത്, എന്താണ് അവർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് പ്രോബ്ലത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, വാട്ട് പ്രോബ്ലംസ് ദേ ഹാവ്. ആ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ ലിസൺ ഫോർ വി അഗെയിൻ, ഇഷ്ക് ആൻഡ് നിഷ്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് വരുമ്പോൾ ഫോക്കസ് ഓൺ മോർ ഓൺ ദാറ്റ്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ അവർ സ്കൂളിലേക്ക് പോയി, അല്ലെങ്കിൽ കഫറ്റേറിയയിലേക്ക് പോയി, അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോയി, ഇതായിരിക്കും ABC ഓപ്ഷൻ. അപ്പോൾ എങ്ങടാ പോയെന്നായിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇഷ്ക് ആൻഡ് നിഷ്ട് എന്നായിരിക്കും. അപ്പം ഇഷ്ക് ആൻഡ് നിഷ്ട് ഫാറാഡ് ഫാറൻ എന്നായിരിക്കും. ക്വസ്റ്റ്യനിൽ ഇഷ്ക് ആൻഡ് ഫാറാഡ് എന്നായിരിക്കും. അപ്പോൾ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനത്തെ നിഷ്ട് വരുന്ന കേസുകൾ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ വരാൻ പോകുന്ന സെൻറ്റൻസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഈ പറഞ്ഞ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ കിട്ടിയ സമയത്ത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു സെക്ഷനിൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരും അവർ. നമ്മൾ ഹിയറിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഹിയറിൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഡിഫിക്കൽട്ടി എന്താണെന്നും കൂടെ മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സെക്ഷനിൽ അവർ കൺഫ്യൂസിങ് ഡീറ്റെയിൽസ് തരും. ഫോർ എക്സാമ്പിൾ, ദേ സേ ഇഷ് വോൾട്ട് ആബ. അപ്പം അവർ പറയും എനിക്കിത് ചെയ്യാനായിരുന്നു ഇഷ്ടം, പക്ഷേ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം പറയും. അപ്പം നമ്മൾ ആദ്യം ആ സെൻറ്റൻസ് ഫോക്കസ് ചെയ്ത് കേൾക്കുമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് അത്രയും കേട്ടിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്, എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ അടുത്ത സെൻറ്റൻസിൽ അവർ, പക്ഷേ ഇതാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് വരികയാണെങ്കിൽ മിക്കപ്പോഴും ഈ പക്ഷേ അബർ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും നമ്മുടെ ഉത്തരം. ആൻസർ വിൽ ബി മോസ്റ്റ്ലി ആഫ്റ്റർ അബർ. ഇനി ടൈൽ 3 ആണേ. ടൈൽ 3 മിക്കപ്പോഴും ലോങ്ങർ ലിസണിങ് ആയിരിക്കും. നേരത്തെ ചെറിയ അനൗൺസ്മെൻറ്റ്സും കോൺവെർസേഷനും ആയിരുന്നെങ്കിൽ ടൈൽ 3 കുറച്ചുകൂടെ ലോങ്ങർ കോൺവെർസേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ചധികം ഫോക്കസ് വേണം. ഇപ്പം മൂന്നാമത്തെ സെക്ഷൻ എത്തുമ്പോഴേക്കും നമ്മൾ ചെയ്ത് ഏകദേശം മടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെയാണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടതും കുറച്ചുകൂടെ കോംപ്ലക്സ് ആവുന്നത് ഇവിടെയാണ്. ഇപ്പം ഇവിടെ മേ ബി ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോങ്ങർ കോൺവെർസേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ടാസ്ക് എന്തായിരിക്കും? മാച്ചിങ് ആയിരിക്കും. മാച്ചിങ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ശരിക്കും മനസ്സിലാക്കണം ഹൂ ഈസ് സ്പീക്കിംഗ് ആൻഡ് വാട്ട് ഈസ് ദ ടോപ്പിക്. ആരാണ് സംസാരിക്കുന്നത്, ടോപ്പിക് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ കോൺവെർസേഷൻ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിരിക്കും, ഇച്ചിരി കൂടെ സ്പീഡുള്ളതായിരിക്കും. ഒന്നും മനസ്സിലാവാണ്ട് നമ്മൾ പാനിക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഈ ഒരു സെക്ഷനിൽ. ഇവിടെ എന്താ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം ഐഡിയ ഡിഫറെൻറ്റ് വേർഡ്സിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതായത് നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്ന അതേ വാക്കുകളായിരിക്കില്ല ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ക്വസ്റ്റ്യനിൽ വേറെ വേർഡ്സ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കേട്ട് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഉത്തരവും എഴുതണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തില്ല. ഫോർ എക്സാമ്പിൾ ടൊയർന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഓഡിയോയിൽ, പക്ഷേ ക്വസ്റ്റ്യനിൽ നിഷ്ട് ബില്ലിഗ് എന്നായിരിക്കും. അപ്പോൾ ടൊയർന്ന് വെച്ചാൽ എന്താണ്? നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതെന്നാണ്. നിഷ്ട് ബില്ലിഗ് എന്ന് വെച്ചാൽ എന്താണ്? ചീപ്പ് അല്ലാത്തതെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലുക്ക് ഔട്ട് ഫോർ സച്ച് തിങ്സ്. എനിക്ക് പേഴ്സണലി ഏറ്റവും അബദ്ധം പറ്റിയിട്ടുള്ളൊരു കേസാണിത്. ഡോണ്ട് സ്റ്റോപ്പ് കോൺസെൻട്രേറ്റിംഗ് ആഫ്റ്റർ മിസ്സിങ് വൺ ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ടതെല്ലാം ഓർത്തിരുന്നിട്ട് പിന്നെ വന്ന് ചെയ്യാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കിത് ഓഡിയോ കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് ആലോചിച്ചാൽ എന്താ പറഞ്ഞതെന്ന് ഒന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല. കാരണം മുഴുവൻ മനസ്സിലാക്കിയിട്ടല്ലല്ലോ നമ്മളിത് ചെയ്യണത്, അതുകൊണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. കോൺസെൻട്രേഷൻ കളയാതിരിക്കുക. പോയാൽ എവിടെ വെച്ചാണോ റിയലൈസ് ചെയ്യുന്നത് തെറ്റ് പറ്റിയെന്ന് അവിടെ തൊട്ട് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുക. പോയത് പോയി, ലാസ്റ്റ് സമയം കിട്ടുമ്പോൾ അവസാനം കറക്കി കുത്താം. നമുക്കിനി ഈസി ആയിട്ടുള്ള സ്കോറിംഗ് ടിപ്സ് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പഠിക്കണ്ട എന്നൊന്നുമല്ല, പഠിക്കുക തന്നെ വേണം. നമ്മൾ പ്രിപ്പയർ ആവണം എക്സാമിന്. അത് മാത്രം പോരാ, എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയും കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട ഏറ്റവും നല്ലൊരു സ്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിൽ നമ്മൾ അതിന് വേണ്ടി തന്നെ ഈ ഒരു ഹിയറിൻ സെക്ഷന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണം. ക്വസ്റ്റ്യൻസ് കം ഇൻ ഓർഡർ ഓഫ് ഓഡിയോ. അതായത്
ഓഡിയോയുടെ ഓർഡറിൽ തന്നെയാണ് നമ്മുടെ പേപ്പറിൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരം ഓഡിയോയിൽ വന്നു കഴിഞ്ഞിട്ടല്ല ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഉള്ള ഉത്തരം വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വന്നിട്ടേ രണ്ടാമത്തത് വരുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഇസ് ഓഫൻ കറക്റ്റ്. ഓക്കെ, നമുക്ക് ക്ലിയറായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഇസ് ഓഫൻ കറക്റ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും കേട്ടതിനെ പറ്റിയിട്ട്. അപ്പോൾ ഗോ ഫോർ ദ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്. ഓക്കെ, എ ആണ് ഉത്തരം എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് മാർക്ക് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. എലിമിനേറ്റ് റോങ് ആൻസേഴ്സ്. ഇത് വേറൊരു ട്രിക്കാണ്. ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ട് ഇതെന്തായാലും അല്ല എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തോന്നുകയാണ്. ഓക്കെ, എ എന്തായാലും അല്ല, അപ്പോൾ ബി അല്ലെങ്കിൽ സി ആവും. അങ്ങനൊരു ഓപ്ഷൻ, അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വരാമല്ലോ. എ അല്ല എന്ന് ഉറപ്പുള്ള സിറ്റുവേഷനിൽ അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബിയും സിയും തമ്മിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഉത്തരം ശരിയാവാൻ 50% ചാൻസ് ഉണ്ടല്ലേ. 50-50 ആണ്. 3 നിന്ന് എടുക്കുമ്പോൾ 33% അല്ലേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എലിമിനേറ്റ് റോങ് ആൻസേഴ്സ്. ഈവൻ ഇഫ് നോട്ട് ഷുവർ ഗെസ്, ബിക്കോസ് ദെയർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. നിങ്ങൾക്ക് ഒരു ഉത്തരം ഉറപ്പില്ലെങ്കിലും കുഴപ്പമില്ല, ഗെസ് ചെയ്യുക, ബിക്കോസ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പിന്നെ ഈ 33% ചാൻസും കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഉള്ള ഒരു ചാൻസും കളയരുത്. നമ്മൾ ഏതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഓഡിയോ എല്ലാം കഴിയുമ്പോൾ തിരിച്ച് വന്നിട്ട് മാർക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് കോമൺ മിസ്റ്റേക്സിലേക്ക് പോവാം. ഫസ്റ്റ് തിങ് ഇസ് ട്രൈങ് ടു ട്രാൻസ്ലേറ്റ് എവറിത്തിങ്. ഓഡിയോ കേൾക്കുന്നത് മുഴുവൻ മനസ്സിലാക്കാനും അതിനെ ഫോളോ ചെയ്യാനും പോകണ്ട. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വാക്കും മനസ്സിലാവാൻ നോക്കുക, അല്ലെങ്കിൽ മനസ്സിലാവാത്തതിനെ പറ്റി പറയുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഗെറ്റ് എൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മൂവ് ഫോർവേഡ്. നോട്ട് റീഡിങ് ക്വസ്റ്റ്യൻസ് ബിഫോർ. ഇപ്പം ക്വസ്റ്റ്യൻസ് മുമ്പ് വായിക്കാതിരിക്കരുത്. ഓരോ പോസിലും നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ കിട്ടുന്ന സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യനിലെ കീ പോയിന്റ്സ് മാർക്ക് ചെയ്തിടുക. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇനി പാനിക് ആഫ്റ്റർ മിസ്സിംഗ് വൺ ആൻസർ. ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ ടെൻഷനായിട്ട് ബാക്കി കൂടെ മിസ്സാക്കാതിരിക്കുക. ഞാൻ B1 ചെയ്ത പോലെ ഡോണ്ട് ഡൂ ദാറ്റ്. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അത് വിടാൻ. മൂവ് ഫോർവേഡ് വിത്ത് ദ നെക്സ്റ്റ് വൺ. ഇഗ്നോറിങ് സിഗ്നൽ വേർഡ്സ്. ഓരോ ഓഡിയോയിലും സിഗ്നൽ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ സിഗ്നൽ വേർഡ്സ് മിസ്സാക്കാതിരിക്കുക. ടൈം ആയിരിക്കാം, പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ അബർ ആയിരിക്കാം, ചില സമയത്ത് നിഷ്ഠായിരിക്കാം. അപ്പം ഏതാണോ കീവേഡ്, സിഗ്നൽ വേർഡ് ഏതാണോ അത് മനസ്സിലാക്കുക. അപ്പോൾ സിഗ്നൽ വേർഡ്സ് ക്യാൻ ബി അബർ, ദെസ്, ഹൽബ്, ദൻ. അപ്പോൾ ഇതിലേതാണോ സിഗ്നൽ വേർഡ് ഓഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. B1 വേണ്ട ഹെയറൻ സ്ട്രാറ്റജീസ് ഒരുവിധം എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പം ലേസൺ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയാലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എവിടെന്നെങ്കിലുമൊക്കെ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹെയറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വെറുതെ ജർമ്മൻ യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ ഓഡിയോസോ ഒക്കെ നമുക്ക് പോഡ്കാസ്റ്റ് ആയിട്ടൊക്കെ കേൾക്കാം. ഒന്നും മനസ്സിലായില്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുക. A1 ലെവലിൽ കേൾക്കാലോ, B1 പഠിക്കുന്ന ഒരാൾക്ക് A1 ലെവലിൽ കേൾക്കാലോ, A2 ലെവലിൽ കേൾക്കാലോ. അപ്പോൾ അങ്ങനത്തെ ലെവലിലൊക്കെ കേട്ട് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആവും വേർഡ്സൊക്കെ. എന്നിട്ട് നമ്മൾ B1 ലെവലിലേക്ക് ശരിക്കും പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇത്തിരി കൂടെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഫോണിലുള്ള യൂട്യൂബിലെ ചാനൽസ് നോക്കിയാൽ തന്നെ മതി. ഇനി ഫസ്റ്റ് ടൈം നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടുള്ളായിരിക്കും അല്ലേ. സെക്കൻഡ് ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസിയാണ് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട്. ഇതും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഹ്യോറനിലും ലേസണിലും മാർക്ക് കിട്ടിയതാണ്. എനിക്ക് പേഴ്സണലി അധികം എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നത് ഷ്രൈബൻ സെക്ഷനായിരുന്നു. ഷ്രൈബനായിരുന്നു ശരിക്കും ഗ്രാമർ അറിഞ്ഞാൽ തന്നെയല്ലേ അവിടെ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നും നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ടോയെന്ന് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വൊക്കാബുലറി മാത്രം മതി ഇവിടെ എല്ലാം സ്കോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ക്വിക്ക് റീകാപ്പ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് വീഡിയോയിൽ കണ്ടത്? ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്, ഫോക്കസ് ഓൺ കീവേഡ്സ്, സ്റ്റേ കാം, ഓൾവേസ് ആൻസർ ചെയ്യാതെ ഒരെണ്ണം പോലും വിടരുത്. B1 hearing is about smart listening, not perfect listening. Okay, this is about smart listening and not perfect listening. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും cheers.